വെളിപ്പാട് അധ്യായം 19. ഇതിനുശേഷം ഞാൻ സ്വർഗത്തിൽ വലിയൊരു ജനക്കൂട്ടത്തിന്റെ ആരവം പോലെ കേട്ടു. രക്ഷയും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. അവിടുത്തെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശിക്ക് അവിടുന്ന് ശിക്ഷ വിധിച്ചിരിക്കുന്നു. തന്റെ ദാസരുടെ രക്തത്തിന് അവളോട് പ്രതികാരം ചെയ്തിരിക്കുന്നു. അവർ വീണ്ടും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും ഉയരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും സിംഹാസനസ്ഥനായ ദൈവത്തെ വീണ് നമസ്കരിച്ചു. ആമേൻ, ഹല്ലേലൂയ. അവർ വിളിച്ചു പറഞ്ഞു, അവിടുത്തെ എല്ലാ ദാസരും വലിയവരും ചെറിയവരുമായി അവിടുത്തെ ഭയപ്പെടുന്ന സകലരുമേ നമ്മുടെ ദൈവത്തെ സ്തുതിപ്പിൻ എന്നൊരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ ജനക്കൂട്ടത്തിന്റെ ആരവം പോലെയും പെരുവെള്ളത്തിന്റെ ഇരമ്പം പോലെയും ശക്തമായ ഇടിമുഴക്കം പോലെയുമുള്ള ഒരു ശബ്ദം ഞാൻ കേട്ടു. ഹല്ലേലൂയ, സർവശക്തനായ ദൈവമായ കർത്താവ് വാഴുന്നു. നമുക്ക് സന്തോഷിച്ചുല്ലസിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താം. കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു. അവിടുത്തെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും നിർമ്മലവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധരുടെ നീതി പ്രവൃത്തികളത്രേ. പിന്നെ ദൂതൻ എന്നോട്, കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെടുന്നവർ അനുഗ്രഹീതർ എന്നെഴുതുക എന്നും പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനങ്ങൾ തന്നെ എന്നും പറഞ്ഞു. ദൂതനെ നമസ്കരിക്കുവാൻ ഞാൻ അയാളുടെ കാൽക്കൽ വീണു. എന്നാൽ അയാൾ എന്നോട്, അരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരർക്കുമൊപ്പം ഒരു ഭൃത്യനാണ്. ദൈവത്തെ നമസ്കരിക്കുക. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവാകുന്നു എന്ന് പറഞ്ഞു. സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തൻ എന്നും സത്യവാൻ എന്നും പേര്. അദ്ദേഹം നീതിയോടെ വിധിക്കുകയും യുദ്ധം നടത്തുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ കണ്ണ് അഗ്നിജ്വാല, ശിരസിൽ അനേകം കിരീടങ്ങൾ. എഴുതപ്പെട്ട ഒരു നാമം അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും മറിഞ്ഞുകൂടാ. രക്തത്തിൽ മുക്കിയ അങ്കിയാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ദൈവവചനം എന്നത്രേ. സ്വർഗത്തിലെ സൈന്യങ്ങൾ ശുഭ്രവും നിർമ്മലവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരകളിന്മേൽ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ജനതകളെ വെട്ടാനുള്ള മൂർച്ചയേറിയ വാൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു. അവിടുന്ന് ഇരുമ്പുകോൽ കൊണ്ട് അവരെ ഭരിക്കും. സർവശക്തനായ ദൈവത്തിന്റെ കോപവും ക്രോധവുമാകുന്ന മദ്യത്തിന്റെ ചക്ക് അവിടുന്ന് മെതിക്കുന്നു. രാജാതിരാജാവും കർത്താധികർത്താവും എന്ന നാമം അവിടുത്തെ അങ്കിമേലും തുടമേലും എഴുതിയിട്ടുണ്ട്. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും അവൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, രാജാക്കന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും വീരന്മാരുടെയും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും സ്വതന്ത്രൻ, ദാസൻ, ചെറിയവൻ, വലിയവൻ എന്നിങ്ങനെയുള്ള സകലരുടെയും മാംസം തിന്നുവാൻ ദൈവത്തിന്റെ വലിയ അത്താഴ വിരുന്നിന് വന്നുകൂടുവിൻ. അനന്തരം കുതിരപ്പുറത്തിരിക്കുന്നവരോടും അദ്ദേഹത്തിന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യാൻ മൃഗവും ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിന്റെ സന്നിധിയിൽ അടയാളങ്ങൾ കാട്ടി ചതിവിൽ മനുഷ്യരെ കൊണ്ട് അതിന്റെ മുദ്ര സ്വീകരിപ്പിക്കുകയും അതിനെ ആരാധിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ച് എരിയുന്ന ഗന്ധക പൊയ്കയിൽ ജീവനോടെ എറിഞ്ഞുകളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാളുകൊണ്ട് കൊന്നുകളയുകയും സകല പക്ഷികളും അവരുടെ മാംസം തിന്ന് തൃപ്തി അടയുകയും ചെയ്തു.